ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈശോയുടെ അമ്മയായ കന്യകാമറിയം എന്നാണ് ജനിച്ചത്? എവിടെ, എപ്പോൾ, എങ്ങനെ? ഈ ഒരു ചോദ്യത്തിന് ബൈബിള് യാതൊരുവിധ ഉത്തരവും നൽകുന്നില്ല. മറിയത്തെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വിവരണം മാത്രമേ ബൈബിളിലുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതാണ് മറിയത്തിൻ്റെ മാതാപിതാക്കളെക്കുറിച്ച്. സെപ്റ്റംബർ 8-ാം തീയതി മറിയത്തിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്നു. ഇതെല്ലാം എങ്ങനെയാണ് വന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുക. 2-ാം നൂറ്റാണ്ടിൽ എഴുതിയ യാക്കോബിൻ്റെ സുവിശേഷം എന്ന പുസ്തകത്തിൽ നിന്നാണ് മറിയത്തിൻ്റെ മാതാപിതാക്കളെക്കുറിച്ചും മറിയത്തിൻ്റെ ജനനത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുക. ഇത് ബൈബിളിൻ്റെ ഭാഗമല്ല, എന്നാൽ ആദിമസഭ ഉപയോഗിച്ചിരുന്ന 2-ാം നൂറ്റാണ്ടിൽ തന്നെ എഴുതിയ ആദിമ സഭാപിതാക്കന്മാർക്കെല്ലാം അറിവുണ്ടായിരുന്ന ഒരു പുസ്തകമാണ്. അതിൻ്റെ 5-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളിൽ മറിയത്തിൻ്റെ ജനനത്തെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും മറിയത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുന്നതനുസരിച്ച് അന്ന, ജോവാക്കിം എന്നിങ്ങനെ 2 പേരാണ് മറിയത്തിൻ്റെ മാതാപിതാക്കൾ, അന്നായും ജോവാക്കിമും. ഈ ജോവാക്കിം ഒരു വലിയ ധനാഢ്യനായിരുന്നു. ജോവാക്കിം യൂദാ ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു. അന്നയാകട്ടെ ലേവി ഗോത്രത്തിൽ പെട്ട സ്ത്രീയുമായിരുന്നു. ഇവർക്ക് മക്കളുണ്ടായിരുന്നില്ല. ജോവാക്കിം ഒരു ധനികനായ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ഒത്തിരി സമ്പത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ദൈവം കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചിട്ടില്ലായിരുന്നു. അബ്രഹാത്തെ പോലെയെല്ലാം അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല. അദ്ദേഹം ഒത്തിരി നീതിമാനായിരുന്നു. ദേവാലയത്തിൽ ഒത്തിരി പ്രാർത്ഥനയെല്ലാം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ജോവാക്കിം ജെറുസലേം ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വരികയാണ്. ഗലീലി പ്രദേശത്തുള്ള ആളാണ്. ജെറുസലേം ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ജോവാക്കിം വരുമ്പോൾ പലപ്പോഴും അവിടെയുള്ള വ്യക്തികളും ശ്രേഷ്ഠന്മാരും പുരോഹിതന്മാരും എല്ലാം ജോവാക്കിമിനെ കളിയാക്കിയിരുന്നു. കാരണം ജോവാക്കിമിന് മക്കളില്ല. ആയതിനാൽ തന്നെ മക്കളില്ലാത്ത ദൈവത്തിൻ്റെ ഒരു കോപമാണ് എന്നായിരുന്നു അവരുടെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ യാതൊരുവിധ അനുഗ്രഹവുമില്ലാതെ ശപിക്കപ്പെട്ട ജോവാക്കിമിനെ മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു രീതി അന്നത്തെ യഹൂദന്മാർക്കുണ്ടായിരുന്നു. ഇതിലെല്ലാം ജോവാക്കിം ഒത്തിരി ദുഃഖിതനായി. താൻ ഇത്രയും നീതിമാനായിട്ടും പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്തുകൊണ്ട് തനിക്കൊരു കുഞ്ഞിനെ തരുന്നില്ല? അങ്ങനെ നിരാശനായ ജോവാക്കിം ഒരു മലയിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പാരമ്പര്യം പറയുന്നതനുസരിച്ച് എലീയ പ്രവാചകൻ പ്രാർത്ഥിച്ച ആ ഗുഹയിൽ ഇരുന്ന് 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് ജോവാക്കിം പ്രാർത്ഥിക്കുകയാണ് തനിക്കൊരു കുഞ്ഞിനെ ലഭിക്കാനായിട്ട്. അന്നായും ദുഃഖിതയായിരുന്നു. മാത്രവുമല്ല, ജോവാക്കിം തനിക്കൊരു കുഞ്ഞിനെ ലഭിക്കാഞ്ഞതിനാൽ നിരാശനായി എവിടെയോ പോയി എന്ന വിവരം അന്ന കേട്ടപ്പോൾ അവളുടെ ദുഃഖം ഇരട്ടിച്ചു. അവളും ദുഃഖിതയായി ഒരു മരത്തിൻ്റെ കീഴെ ഇരുന്ന് കരയുകയായിരുന്നു. ഈ 40 ദിവസം ജോവാക്കിം ഇങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ജോവാക്കിമിന് പ്രത്യക്ഷപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ അന്നായ്ക്കും ഈ സ്വർഗദൂതൻ്റെ ദർശനമുണ്ടായി. ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ദൈവം നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിൻ്റെ ഭാര്യ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ആ കുഞ്ഞ് ലോകത്തിലെങ്ങും സംസാര വിഷയമാകും. ഈ ഒരു സന്ദേശം ജോവാക്കിമിന് ലഭിക്കുകയാണ് ഈ ഗുഹയിൽ വെച്ച്, മലയിലെ ഗുഹയിൽ വെച്ച്. ഇതിൽ ഈ ഒരു സന്ദേശം ലഭിച്ചപ്പോൾ സന്തോഷത്തോടു കൂടി ജോവാക്കിം തിരിച്ചു വരുമ്പോൾ ജെറൂസലേം നഗരത്തിൽ നഗര കവാടത്തിൽ അന്ന ജോവാക്കിമിനെ കാത്തുകൊണ്ട് നിൽക്കുകയാണ്. അന്നാക്കും ഈ സ്വർഗദൂതൻ്റെ ദർശനം ലഭിച്ചിരുന്നു. അവർ നഗര കവാടത്തിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടുകയും ആശ്ലേഷിക്കുകയും ചെയ്തു. അങ്ങനെ അവർക്ക് നീണ്ട കാത്തിരിപ്പിന് ശേഷം വാർദ്ധക്യത്തിൽ അന്നാക്കും ജോവാക്കിമിനും ഒരു പെൺകുഞ്ഞുണ്ടാവുകയാണ്. അങ്ങനെ ഉണ്ടായ പെൺകുഞ്ഞാണ് പരിശുദ്ധ കന്യകാമറിയം. മറിയത്തിൻ്റെ ജനനം സെപ്റ്റംബർ 8-ാം തീയതിയാണ് ആഘോഷിക്കുക. ഇതിനും പാരമ്പര്യപ്രകാരം 2 വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായിട്ട് BC 20 ഡിസംബർ 8-ാം തീയതിയാണ് ഹെറോദേസ് രാജാവ് ജെറൂസലേം ദേവാലയം പുതുക്കിപ്പണിയാനായിട്ട് ആരംഭിക്കുക. യേശുവിൻ്റെ ജീവിത കാലഘട്ടത്തിലും ഈ ദേവാലയ നിർമ്മാണം തുടർന്നിരുന്നു. അതുകൊണ്ടാണ് യേശുവിൻ്റെ കാലഘട്ടത്തിൽ ശിഷ്യന്മാർ യേശുവിനോട് പറയുക, ഹെറോദേസ് ഈ ദേവാലയം പണിയാൻ 36 സംവത്സരം എടുത്തു എന്നല്ല. അപ്പോൾ ജെറുസലേം ദേവാലയത്തിൻ്റെ പുതുക്കിപ്പണി ഹെറോദേസ് ആരംഭിച്ചത് BC 20 ഡിസംബർ 8-ാം തീയതിയാണ്.
പാരമ്പര്യം പറയുന്നതനുസരിച്ച് മറിയം അന്നായുടെ ഉദരത്തിൽ ഉരുവായതും ഡിസംബർ 8 BC 20 അങ്ങനെ 9 മാസങ്ങൾ കഴിഞ്ഞ് സെപ്റ്റംബർ 8 BC 19 സെപ്റ്റംബർ 8 മറിയത്തിൻ്റെ ജനനം ആയിട്ട് പാരമ്പര്യം പറയുക. വീണ്ടും മറ്റൊരു പാരമ്പര്യം പറയുന്നു, പൗരസ്ത്യ സഭകളുടെ അവരുടെ ലിറ്റർജിക്കൽ കലണ്ടർ, കാനോനിക കലണ്ടർ ആരംഭിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. അതിൻ്റെ 8 ദിവസമായിട്ടാണ് മാതാവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുക. സെപ്റ്റംബർ 8 മാതാവിൻ്റെ ജനന തിരുനാൾ കത്തോലിക്ക സഭയിൽ മാത്രമല്ല പല ഓർത്തഡോക്സ് സഭകളിലും അതുപോലെ തന്നെ ലൂതറൻ സഭ, ആംഗ്ലിക്കൻ സഭ മുതലായ സഭകളിലെല്ലാം ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ കോപ്റ്റിക് സഭ അതുപോലെ തന്നെ എത്യോപ്യൻ സഭകളിൽ മെയ് 9 മറിയത്തിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുക. ഈ പാരമ്പര്യം വന്നത് ഇങ്ങനെയാണ്. ഏതായാലും മറിയത്തിൻ്റെ ജനനത്തെക്കുറിച്ച് ഇങ്ങനെ സ്വർഗദൂതൻ്റെ ദർശനം ഇവർക്ക് ലഭിച്ചു. അന്നായ്ക്കും ജോവാക്കിമിനും ലഭിച്ചു. അവർ സന്തോഷത്തോടു കൂടി അവർ ജെറൂസലേമിൽ താമസിക്കുകയാണ്. മറിയം എവിടെയാണ് ജനിച്ചത് എന്നതിനെക്കുറിച്ച് ചില പാരമ്പര്യങ്ങൾ ഗലീലിയിൽ ജനിച്ചു എന്നും പറയുന്നുണ്ട്. എങ്കിലും ഭൂരിഭാഗം പാരമ്പര്യങ്ങളും പറയുന്നത് ജെറൂസലേമിൽ വെച്ചിട്ടാണ് മറിയം ജനിക്കുക. അവിടെ മറിയത്തിൻ്റെ ജനനം നടന്ന സ്ഥലത്ത് 5-ാം നൂറ്റാണ്ടിൽ സെയിൻറ്റ് ആനിൻ്റെ അന്നായുടെ ബസിലിക്ക 5-ാം നൂറ്റാണ്ട് മുതൽ ഉണ്ടായിരുന്നു. അതിൻ്റെ രേഖകൾ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ സെപ്റ്റംബർ 8 മറിയത്തിൻ്റെ ജനന തിരുനാളായിട്ട് 6-ാം നൂറ്റാണ്ട് മുതൽ പൗരസ്ത്യ സഭകളിലും പിന്നീട് 7-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ പാശ്ചാത്യ സഭകളിലും അതായത് യൂറോപ്യൻ സഭകളിലും ആചരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇന്നത്തെ ഒരു രീതി ഉണ്ടായത്. ഇങ്ങനെ മറിയത്തിൻ്റെ സന്ദേശം ദൂതനിൽ നിന്ന് ലഭിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മറ്റ് സാധാരണ വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറിയത്തിൻ്റെ ജന്മം മുതൽ ദൈവം അവളെ ഉത്ഭവഭാവമില്ലാതെ കാത്തു എന്നുള്ളതാണ്. സഭയിൽ 3 വിശുദ്ധരുടെ മാത്രമേ 3 വ്യക്തികളുടെ മാത്രമേ ജനന തിരുനാൾ ആഘോഷിക്കാറുള്ളൂ. ഒന്നാമതായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെയാണ്, യാതൊരു പാപവുമില്ലാത്ത കർത്താവ് ഈശോ മിശിഹായുടെയാണ്. രണ്ടാമത് ഡിസംബർ 25 രണ്ടാമത് ജനന തിരുനാൾ നമ്മൾ ആഘോഷിക്കുക സ്നാപ യോഹന്നാൻ്റെയാണ്. കാരണം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വിശുദ്ധനായ സ്നാപ യോഹന്നാൻ്റെ തിരുനാളാണ് പിന്നീട് സഭയിൽ ആഘോഷിക്കുക. മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് പരിശുദ്ധ കന്യകാമറിയമാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാൾ സെപ്റ്റംബർ 8 ആഘോഷിക്കുന്നു. മറ്റെല്ലാ വിശുദ്ധരുടെയും ജനന തിരുനാളല്ല, അവരുടെ മരണ ദിവസമാണ് അവരുടെ ഫീസ്റ്റായിട്ട് അവരുടെ തിരുനാളുകളായിട്ട് ആഘോഷിക്കുക. അതുകൊണ്ട് തന്നെ മറിയത്തിൻ്റെ ജനനത്തിന് സഭയിലും ചരിത്രത്തിലും സവിശേഷമായ സ്ഥാനമുണ്ട്. ദൈവം തൻ്റെ പദ്ധതി അനുസരിച്ചിട്ടാണ് മറിയത്തെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നു, മറിയത്തിൻ്റെ ജനനവും. ഇങ്ങനെ മറിയത്തിൻ്റെ ജനനം മുതൽ സഭയുടെ പാരമ്പര്യം, അതായത് ഡിസംബർ 8 മാതാവ് അന്നായുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ദൈവം മറിയത്തെ യാതൊരുവിധ പാപവുമില്ലാതെ, ഉത്ഭവപാപം ഒന്നുമില്ലാതെ കാത്തു എന്നുള്ളതും കത്തോലിക്ക സഭ ഏറ്റുപറയുന്ന ഒരു വിശ്വാസ സത്യമാണ്. കാരണം ഈ മറിയത്തെ നോക്കിക്കൊണ്ടാണ് സ്വർഗദൂതൻ പറഞ്ഞത്, കൃപ നിറഞ്ഞവളെ സ്വസ്തി. ഇങ്ങനെ അതിവിശുദ്ധയായ കന്യകയായ പരിശുദ്ധയായ കന്യകാമറിയത്തിൻ്റെ ജനനം സംഭവിക്കുമ്പോൾ അന്നായ്ക്കും മനസ്സിലായി ദൈവത്തിൻ്റെ സവിശേഷമായ, അന്നായ്ക്കും ജോവാക്കിനും മനസ്സിലായി സവിശേഷമായ ഒരു ഇടപെടൽ കൊണ്ടാണ് ഈ കുഞ്ഞിൻ്റെ ജനനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ് ജനിക്കുന്ന സമയം മുതൽ അന്ന, മാതാവിൻ്റെ അമ്മ, കന്യകാമറിയത്തിൻ്റെ അമ്മ, ആ ജനിച്ച മുറിയിൽ നിന്ന് എല്ലാ അശുദ്ധ വസ്തുക്കളും അല്ലെങ്കിൽ പരിശുദ്ധിയില്ലാത്ത എല്ലാ വസ്തുക്കളും, യഹൂദന്മാർ അശുദ്ധമായി കണക്കാക്കുന്ന എല്ലാ വസ്തുക്കളും എടുത്തു മാറ്റി ആ മുറിയെ തന്നെ പ്രത്യേകമായ ഒരു പ്രാർത്ഥനാ ഭവനമാക്കി, ഒരു പ്രാർത്ഥനാ മുറിയാക്കി അന്ന മാറ്റുകയാണ്. മാത്രവുമല്ല അന്നായും ജോവാക്കിമും നേർച്ച നേർന്നു ഈ കുഞ്ഞിനെ ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കും. എൽക്കേനായും ഹന്നായും നമുക്കറിയാം, സാമുവലിൻ്റെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം അവർക്ക് സാമുവൽ എന്ന മകൻ ലഭിച്ചപ്പോൾ ആ മകനെ നേർന്നതുപോലെ അന്നായും ജോവാക്കിമും തങ്ങൾക്ക് ലഭിച്ച ഈ പെൺകുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിക്കാനായിട്ട് നേരുകയാണ്. അങ്ങനെ 3-ാം വയസ്സിൽ ഈ കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇനി ഈ മാതാവിന് 1 വയസ്സായപ്പോൾ അല്ലെങ്കിൽ മാതാവിൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത്
ഒത്തിരി സന്തോഷത്തോടു കൂടി ജോവാക്കിം ഒരു വലിയ സദ്യയും എല്ലാം സംഘടിപ്പിക്കുകയാണ്. അപ്പോഴന്നത്തെ എല്ലാ ശ്രേഷ്ഠന്മാരെയും വിളിച്ചു. തനിക്കൊരു കുഞ്ഞ് ലഭിച്ചു, അതുകൊണ്ട് അന്നത്തെ പുരോഹിതന്മാരെയും പ്രധാന പുരോഹിതനെ എല്ലാം വിളിച്ചു. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാർ ഈ കുഞ്ഞിനെ ആശീർവദിച്ചുകൊണ്ട്, ഈ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, പിതാക്കന്മാരുടെ ദൈവമേ, ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ, എല്ലാ തലമുറകളും പ്രകീർത്തിക്കുന്ന ശാശ്വതമായ നാമം ഈ കുഞ്ഞിന് നൽകണമേ. ഇങ്ങനെ ഒരു പ്രാർത്ഥന അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാർ നടത്തി. ഇത് യാക്കോബിൻ്റെ സുവിശേഷം എന്ന പുസ്തകത്തിൽ 2-ാം നൂറ്റാണ്ടിൽ എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ശാശ്വതമായ നാമം, എല്ലാ തലമുറകളും പ്രകീർത്തിക്കുന്ന ശാശ്വതമായ നാമം, ഇത് ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ പറ്റും. സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്നും എല്ലാം മറിയാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ അപ്പോഴുണ്ടായിരുന്ന പ്രധാന പുരോഹിതൻ ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കന്യകാമറിയത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഉന്നതങ്ങളിൽ വസിക്കുന്ന ദൈവമേ, ഈ കുഞ്ഞിനെ കടാക്ഷിച്ച് അനുഗ്രഹിക്കണമേ, ഈ കുഞ്ഞ് ശാശ്വതമായ അനുഗ്രഹം ഈ കുഞ്ഞിന് നൽകണമേ എന്ന് പ്രധാന പുരോഹിതനും ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഈ ഇങ്ങനെ ചെറുപ്പത്തിലേ തന്നെ ഉരുവായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധ നിറഞ്ഞ വ്യക്തിയാണ് കന്യകാമറിയമെന്ന് ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അന്നത്തെ പുരോഹിതന്മാരുടെയും പ്രധാന പുരോഹിതൻ്റെയും അന്നായുടെയും എല്ലാം പ്രവൃത്തികൾ സൂചിപ്പിക്കുക, ജനനം മുതൽ പരിശുദ്ധ മാതാവ്, പരിശുദ്ധ അമ്മ അതിവിശുദ്ധയായിരുന്നു, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു. അങ്ങനെ 3-ാം വയസ്സ് മുതൽ ഇവളെ ദേവാലയത്തിൽ സമർപ്പിച്ച് പിന്നീട് ജെറുസലേം ദേവാലയത്തിലാണ് കന്യകാമറിയം പ്രായപൂർത്തിയാകുന്നതുവരെ വളരുക. അവിടെ നിന്നാണ് ഔസേപ്പിതാവുമായിട്ടുള്ള വിവാഹ നിശ്ചയമെല്ലാം നടക്കുന്നത്. അതേക്കുറിച്ച് പിന്നീട് മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിക്കാം. അപ്പോൾ അങ്ങനെയാണ് മറിയത്തിൻ്റെ ജീവചരിത്രം എന്ന് പറയുക. അപ്പോൾ അന്നായുടെയും ജോവാക്കിമിൻ്റെയും മകളായി ഏകദേശം BC 19 സെപ്റ്റംബർ 8-ാം തീയതി പരിശുദ്ധ കന്യകാമറിയം ജെറുസലേമിൽ ജനിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ജെറുസലേമിൽ ജനിച്ച കന്യകാമറിയം അവളുടെ ആരംഭം മുതൽ പരിശുദ്ധയായിരുന്നു. അവൾ 3-ാം വയസ്സ് മുതൽ ദേവാലയത്തിൽ വളർന്നു. അവളുടെ വിവാഹം ജോസഫുമായി നിശ്ചയിച്ചു. പിന്നീടുള്ള ചരിത്രം വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ സകല തലമുറകളോടും ചേർന്ന് മറിയത്തെയും നമുക്ക് പ്രകീർത്തിക്കാം. എലിസബത്തിനെ പോലെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാൻ, ഈ ഭൂമിയിൽ വരാനുള്ള ഭാഗ്യം എവിടെ നിന്ന്? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.